ആ ബ്ലേഡൊക്കെ വേറെ ലെവലാട്ടോ, ചിന്തിക്കാൻ പറ്റുമോ? റിമോട്ടിന്റെ മുകളിലാട്ടോ പരിപാടി, റിമോട്ട് അത് ഓണാക്കുമ്പോഴാ പരിപാടി. ഓക്കെ, വല്ലാത്ത ജാതി കട്ടറാട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, അത് വരുന്ന വെള്ളം ഓണായി, അതൊക്കെ ഓട്ടോമാറ്റിക് ഓണാവുകയാണോ? അപ്പോൾ അവന് റിമോട്ട് ഓണാക്കി അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. വാവ്, സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളെ NH66 ഇതാ വീണ്ടും നമ്മുടെ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിട്ടോ. ഇവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാതിരിക്കാൻ വയ്യ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓരോ ദിവസം ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കില്ലേ. നമ്മുടെ ബാക്കിൽ പഴയ പാലുണ്ടോ, അത് പൊളിക്കുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ടോൾ ഗേറ്റിൽ കഴിഞ്ഞ വീഡിയോ എടുത്തപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊന്നും കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ നമുക്കിടുത്ത കാഴ്ചയിലേക്ക് പോയാലോ. അവിടെ ഫുള്ള് ബ്ലോക്കാട്ടോ. പോലീസുകാർ അവിടെ പോയി ചോദിക്കാനൊക്കെ പോയിട്ടുണ്ട്. സൂര്യൻ നേരെ ക്ലിയർ കിട്ടൂല. അവിടെ പോലീസ് ജീപ്പ് നമ്മുടെ ഇവിടെ ഫുള്ള് ബ്ലോക്കായിട്ടേ, ഫുള്ള് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് അവിടെ. അപ്പോൾ ഇതിലെ ബൈക്കിനെങ്കിലും വിടാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടി പോയത് കേട്ടോ. സമ്മതം കിട്ടിക്കുന്ന അറിയില്ല, അവർ വരുന്നുണ്ട്. സംഭവം ക്യാപ്പ് കിട്ടിയിട്ടോ. അവർ ഇതൊക്കെ പോലീസുകാർ ബൈക്കിന് അതിലൊക്കെ വിടാനുള്ള പരിപാടിയാണ്. അവിടെ അവിടെ തൊഴിലാളികൾ, അവിടെ എഞ്ചിനീയർമാരുണ്ട്. അവരോട് പോയി ചോദിച്ചപ്പോൾ അവർ സാധാരണ ഗതിയിൽ വിടേണ്ടതല്ല, പക്ഷേ ഇവിടുത്തെ ബ്ലോക്കൊക്കെ കണ്ടപ്പോൾ സാറുമാർ പോയി ചോദിച്ചപ്പോൾ അവർ വിടാനുള്ള തീരുമാനത്തിലെത്തിട്ടോ. അപ്പോൾ നമ്മളെ വിശേഷം അതല്ലല്ലോ. നമ്മളിതാ ആ പാലം പൊളിക്കുന്ന കാഴ്ച ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് ഇവിടെയൊക്കെ തകൃതിയായിട്ട് മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സത്യത്തിൽ പന്തിരങ്കാവിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ പഴയ പാലം പൊളിക്കുന്ന കാഴ്ച, കൈവരിയൊക്കെ അതാ മുറിച്ച് ഒഴിവാക്കട്ടോ. കണ്ടങ്ങൾ പാലം ഇത് ഒഴിവാക്കുക. അതുപോലെ നമ്മുടെ ഈ ഫുട്പാത്ത് ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റുക. എന്താ ഇപ്പോൾ ഇവിടെ അടുത്ത പരിപാടി എന്നുള്ളത് അറിയില്ല. ഇവിടെ കറക്റ്റ് കൈവരികളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഡിവൈഡർ കറക്റ്റ് കൊടുക്കാനാണോ, എന്തായാലും ഈ രണ്ട് പാലും കൂടി യോജിപ്പിക്കാനുള്ള പരിപാടിയാണോ എന്താ അറിയില്ല. എന്തായാലും ഇവിടെ നല്ലൊരു വീതിയുള്ള ഒരു ഏരിയയായി മാറും കേട്ടോ. ഈ പാലും കൂടി ഇങ്ങോട്ട് പൊങ്ങിയപ്പോൾ സ്ലാബ് വാർക്കാനുള്ള പരിപാടിയാണ്. ഡാക്ക് ഷീറ്റുകളൊക്കെ വിരിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഫുള്ള് ഡാർക്ക് ഷീറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇടാം. അടിപൊളി. ഹായ്, പാര ബ്ലേഡല്ലേ, ജാതി ബ്ലേഡാണ്. 2 സ്ക്വയറുള്ള, 2 അല്ല ഉള്ളതല്ലേ. അതിൻ്റെ പ്ലേറ്റ് തന്നെ ഒരടി ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള റൗണ്ട് ഒക്കെ കൂടി 26 ഇഞ്ച് നീട്ടം എന്തായാലും ഉണ്ടാവും ബ്ലേഡിന്. 26 ഇഞ്ച് റൗണ്ട്. യെസ്, അതിനോടാട്ടോ ഒറ്റയടിക്ക് കട്ട് ചെയ്യാം എന്ന പരിപാടിയില്ലേ. എന്തായാലും അവരിപ്പോൾ കട്ട് ചെയ്യും, അത് നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ പഴയ ആ ഒരു പാലത്തിൻ്റെ സ്റ്റൈല് പോവുകയാണ്. ഇനിയൊന്നും പഴയതായി തോന്നൂല കേട്ടോ. ഒക്കെ അവർ മൊത്തം പുതിയതാക്കി എടുക്കും. പുതിയതാ അത് പൊളിച്ചെടുക്കാണ്ട് ഒക്കെ പൊളിച്ചെടുത്തിട്ട് പുതിയതാക്കുക. പിന്നെ പഴയത് എന്നുള്ള പേടി ഉണ്ടാവില്ലല്ലോ. ചെറിയ പീസുകളൊക്കെ ട്രെയിന് പെടുന്ന് പൊക്കിക്കൊണ്ടാകും. നമ്മളെ സൂര്യൻ നേരെ നിൽക്കുമ്പോൾ ഒരു ക്ലിയറും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചില്ല എന്ന് തന്നെ റിസ്ക്. അവിടെ ബ്ലോക്കാണ്. പിന്നെ അതാ അവിടെ മൊത്തം ബ്ലോക്കായി, ഒരു രക്ഷയില്ല. ഇനി പോലീസുകാർ ആ ഭാഗം തുറന്നിട്ടതിനെ കൊണ്ട് കുറേ ആക്കുണ്ടാവും കേട്ടോ. അതാണ് ആ ടോളിൻ്റെ വർക്ക് അത്രയും തകൃതിയായിട്ട് നടന്നുകൊണ്ട് വരുമ്പോൾ ഒരു ഭാഗം അങ്ങോട്ട് തുറന്നു കൊടുത്താൽ ടോള് പിരിക്കൊന്നുമില്ല കേട്ടോ. ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ പൈസ വാങ്ങുള്ളൂ. അതിനെപ്പറ്റി പേടിക്കേണ്ടല്ലോ ആരും. അപ്പോൾ വാഹനങ്ങൾ പോയാലും അവർ പിരിക്കൊന്നുമില്ല. ഇവർ കട്ട് ചെയ്യാൻ തുടങ്ങില്ലല്ലോ. നമ്മുടെ ഈ ബൈപ്പാസിൻ്റെ വർക്ക് ഫിനിഷായിട്ട് എത്ര വർഷമായി? എന്തായാലും 10 വർഷം കഴിഞ്ഞില്ലേ. അതിലൊരു കാര്യമായിട്ടൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ കോട്ടിങ്ങുള്ള കമ്പി ഉണ്ടല്ലോ, ആ കമ്പിയായിട്ടാണ് നമ്മുടെ ഊരാളുങ്കൽ ഇവിടെ ഉപയോഗിച്ചത്. കടകളെ ആ കമ്പി ഇപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എത്ര വർഷമായി അറിയാവുന്നവരും ഇത് കമൻറ്റ് ചെയ്താളിട്ടോ. സംഭവം യെസ്. ആ നേരത്തെ കാണിച്ച അവർ ആ ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ചതേ ആ മെഷീൻ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ.
യെസ്, പെട്ടെന്നിട്ട് അവർ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് കൊള്ളാവും കേട്ടോ. അവൻ്റെ അരൻ്റെ അത്ര വലിപ്പമുണ്ട്. ഞാൻ പറഞ്ഞ 26 ഇഞ്ച് സത്യല്ലേ, അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. അപാര ബ്ലേഡ്. ഈ ബ്ലേഡൊക്കെ ഇതിനെക്കാട്ടിയും ചെറുത് അല്ലേ നമ്മുടെ മെഷീൻ കല്ലിനൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് സെറ്റ്. ഇനി അതിൻ്റെ അടുത്ത് നിന്നാൽ ശരിയാവില്ല. भाई आपका नाम क्या है? अमित कुमार. किधर गांव किधर? यूपी. ओह अच्छा, एक क्रेन का ऑपरेटर. पूरा पूरा ऐसा काम है, कैमसी का काम है. ओके ठीक है. ആ തെറിക്കാക്കാൻ വേണ്ടിയിട്ടൊരു പാക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഹിന്ദിക്കാരൻ കാണിച്ചതേ ആ നല്ലൊരു ബായ്. അപ്പോൾ അവർ എൻ്റെ ചാനൽ ഏതാന്ന് പറഞ്ഞു എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി, ലൈക്ക് അമർത്തി. അപ്പോൾ ഓൻ്റെ വീഡിയോ ഒന്ന് എടുക്കണ്ടേ. അപ്പോൾ ഓൻ ഇനി ബെല്ലൈക്കണൊക്കെ അമർത്തി ഓൻ്റെ വീഡിയോ വരുമ്പോൾ അവനൊരു ഉഷാറല്ലേ. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ കേട്ടോ. എന്തായാലും നല്ലൊരു ബായ്. അങ്ങനെ ഓരോരുത്തർ നമ്മളെ ചാനലിൽ ചോദിച്ചു ഇങ്ങനെ സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേ ബട്ടൺ പെട്ടെന്ന് വാങ്ങായിരുന്നു. 1,00,000 സബ്സ്ക്രൈബ് ഇപ്പം എന്നാ ആവുക. ആ സിൽവർ പ്ലേ ബട്ടൺ വാങ്ങാൻ നല്ല പൂതിയുണ്ട് കേട്ടോ. 60-ൻ്റെ അടുത്ത് എത്തിക്കണ്. 60-ന് ഇനി ഒരു 400 300 സംതിങ്ങേ ഉള്ളൂ. അതും കൂടി ആയാൽ 60K ആയി. വർക്ക് ചെയ്യിക്കില്ലേ നോക്കി ആക്കം പോലെ. ആ ബ്ലേഡൊക്കെ വേറെ ലെവലാട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? റിമോട്ടിൻ്റെ മുകളിലാട്ടോ പരിപാടി. റിമോട്ട് അത് ഓണാക്കുമ്പോഴുള്ള പരിപാടി. ഓക്കെ, വല്ലാത്ത ജാതി കട്ടറാട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, അത് വരുന്ന വെള്ളം ഓണായി. അതൊക്കെ ഓട്ടോമാറ്റിക് ഓണാവുകയാണോ? എന്നാലും ഇത് കണ്ടോളിട്ടോ. സംഭവം ഓന് റിമോട്ട് ഓണാക്കി അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വാവ്, ആ ബോക്സ് അവിടെ തന്നെ നിൽക്കുന്നു. ബ്ലേഡ് അതാ ഉള്ളോട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. എന്താ പരിപാടി. അതെന്താ അറിയോ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാട്ടോ എനിക്ക് അതിശയമായിട്ട് തോന്നുന്നത്. ഇത് കണ്ട ആളുകൾക്ക് അത്ര അതിശയം തോന്നൂല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കട്ടർ. അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് എന്നാലും സ്വിച്ച് ഓണാക്കിയൊക്കെ വർക്ക് ചെയ്യുന്നൊക്കെ മെഷീൻ പല സ്ഥലത്തൊക്കെ ഉണ്ട്. കറണ്ടിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടാവില്ലേ. പക്ഷെ റിമോട്ടിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ ആദ്യമായിട്ട് കാണാനാണ്. അതുകൊണ്ടാട്ടോ സംഭവം അതിൻ്റെ ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് ടീം ഒരുമിച്ചാണല്ലോ കട്ട് ചെയ്യുന്നത്. ഇവരൊക്കെ അതിൻ്റെ ഓപ്പറേറ്റർമാരാട്ടോ. എന്തായാലും ആ മുറിനെ വരെ നമുക്കിവിടെ നിൽക്കാം. ഞാൻ വന്നത് മുതലായിട്ടോ. ഞാൻ എന്തായാലും ഈ പാലം പൊളിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കാണാത്തൊരു കാഴ്ച ഉണ്ടല്ലോ. സംഭവം അടിയത്തെ 2 കട്ടായി. മൂന്നാമത്തത് എങ്ങനെ അതാ മുകളിലേക്ക് ഇങ്ങനെ ആ റാഡിൻ്റെ മുകളിൽ പൊങ്ങുന്നു. അതുകൂടാതെ ഈ ഭാഗം അടിഭാഗമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ക്രെയിന് അത് അവിടെ താങ്ങി പിടിച്ചിരിക്കുകയാണ്. കട്ടായാലും അതൊന്ന് തൂക്കും.
ഓക്കെ. ആ സംഭവം കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. സംഭവം കട്ടിങ് കഴിഞ്ഞു. ആ ബ്ലേഡിൻ്റെ കോലം കണ്ടില്ലേ? സെറ്റ് ബ്ലേഡ്. യെസ്, നമ്മുടെ പഴയ കൈവരി ഓരോന്നോരോന്നായി ഇങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ജർക്കിങ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുട്ടിയിട്ട്. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് വാഹനങ്ങളൊക്കെ. ഇനി അത് സ്ട്രെയിറ്റ് പിടിക്കുക. എങ്ങോട്ടാ കൊണ്ടുപോകുക അപ്പോൾ അത്? അങ്ങനെ അത് നമ്മുടെ പാലത്തിൻ്റെ ഈ സൈഡ് താൽക്കാലികമായിട്ട് അവർ കൊണ്ടിടുന്നുണ്ട്. അത് മണ്ണിട്ട് പൊക്കാളാണ്. ചിലപ്പോൾ അത് അവിടെ തന്നെ അവർ സ്റ്റേ ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഇതാ നമ്മുടെ പൈലിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പാലത്തിൻ്റെ ഈ ഭാഗത്ത് സൈഡ് വാളിന് ഇവിടെ പൈലിങ് നിർബന്ധമാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് പാലത്തിൻ്റെ ഒരു 100-200 ടോളിൻ്റെ അതുവരെയുള്ള ഒരു 150 മീറ്റർ ഭാഗം സൈഡ് വാള് ഇപ്പോൾ വാർത്തിട്ടില്ല. അതിന് വേണ്ടി ഇതാ പൈലിങ്ങുകൾ നടക്കുന്നുണ്ട് കേട്ടോ. പൈലിങ് ഇല്ലാത്തൊരു പരിപാടിയില്ല. ഇവിടെ NHAI കുറച്ച് കർശനമാണ്. എന്തായാലും വർക്കുകൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോൾ എടുപ്പിക്കുന്നുണ്ട് NHAI. ക്യാംസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ക്യാംസി കുറച്ച് കാലമായിട്ട് ഒക്കെ സ്ട്രോങ് തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ ഇവിടെ ഉണ്ട് പൂളാങ്കര ഉണ്ട് ഒരു ഫുട് ഓവർ ബ്രിഡ്ജ്. അതിൻ്റെ വർക്കൊക്കെ NHAI ഇടപെട്ട് അതിൻ്റെ സെൻറ്ററിലൊരു പില്ലറൊക്കെ കൊടുത്ത് ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ബ്ലോക്ക് സ്നേഹിതന്മാരെ, ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകില്ല. ടോളിൻ്റെ അടുത്തേക്കുള്ള കാഴ്ചകൾ വേറെ വീഡിയോയിൽ തയ്യാറാക്കാം കേട്ടോ. അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.